ഫ്രണ്ട്സ് നോക്കുന്നത് ടാലൻറ്റിൻ്റെ ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ബുക്ക്. ടോക്കിയോ ഒളിമ്പിക്സ് 2020. 32ാമത് ഒളിമ്പിക്സ് ഉദ്ഘാടനം 2021 ജൂലൈ 23. പങ്കെടുത്ത രാജ്യങ്ങൾ 206. ഭാഗ്യചിഹ്നം മിറൈറ്റോവ. ഒളിമ്പിക്സ് മുദ്രാവാക്യം വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒരുമിച്ച് ടുഗദർ. ലാറ്റിൻ ഭാഷയിൽ കമ്മ്യൂണിസ് എന്ന പദം ഈ വർഷം കൂട്ടിച്ചേർത്തതാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് ആപ്തവാക്യം യുണൈറ്റഡ് ബൈ ഇമോഷൻ. ആകെ കായിക ഇനങ്ങൾ 33. പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങൾ മലയാളി കായിക താരങ്ങൾ 9. ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചത് നറുഹിതോ, ജപ്പാൻ ചക്രവർത്തി. ഉദ്ഘാടന ദീപം തെളിയിച്ചത് നവോമി ഒസാക, ജപ്പാനീസ് ടെന്നീസ് താരം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് മേരി കോം, മൻപ്രീത് സിംഗ്. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ബജ്റംഗ് പൂനിയ. മാർച്ച് പാസിൽ ഇന്ത്യയുടെ സ്ഥാനം 21. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാക്ക്. ഇന്ത്യ അറ്റ് ടോക്കിയോ ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം. 1 സ്വർണവും 2 വെള്ളിയും 4 വെങ്കലവും സഹിതം. ഇന്ത്യയുടെ ആകെ നേട്ടം 7 മെഡലുകൾ. മെഡൽ പട്ടികയിൽ 48ാം സ്ഥാനം. നീരജ് ചോപ്ര ജാവലിൻ ത്രോ സ്വർണം. ഒളിമ്പിക് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ നീരജ് ചോപ്ര, ഹരിയാന സ്വദേശി. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ 2ാമത്തെ വ്യക്തിഗത സ്വർണം. ആദ്യത്തേത് അഭിനവ് ബിന്ദ്ര ഷൂട്ടിങ്ങിലായിരുന്നു. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിലായിരുന്നു. ഫൈനലിൽ 87.58 മീറ്റർ ദൂരം കണ്ടെത്തിയാണ് നീരജ് ചോപ്ര സ്വർണം നേടിയത്. മീരാബായ് ചാനു ഭാരോദ്വഹനം, വെയ്റ്റ് ലിഫ്റ്റിംഗ് വെള്ളി. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ. മണിപ്പൂർ സ്വദേശിനി. 49 കിലോഗ്രാം ഭാരോദ്വഹന വിഭാഗത്തിൽ 202 കിലോ ഉയർത്തി. 2000 സിഡ്നി ഒളിമ്പിക്സിൽ 69 കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കലം നേടിയ കർണം മല്ലേശ്വരിക്കു ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം ഭാരോദ്വഹനത്തിൽ മെഡൽ നേടുന്നത്. ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടുന്ന 2ാമത്തെ വനിത. ആദ്യ വനിത PV സിന്ധു. ബാഡ്മിൻ്റൺ 2016 റിയോ ഒളിമ്പിക്സിൽ. രവികുമാർ ദാഹിയ ഗുസ്തി വെള്ളിയായിരുന്നു. 57 കിലോഗ്രാം ഫ്രീസ്റ്റൈൽ വിഭാഗം ഗുസ്തിയിൽ വെള്ളി നേടി. ഹരിയാന സ്വദേശി. ഒളിമ്പിക്സ് ഗുസ്തിയിൽ വെള്ളി മെഡൽ നേടുന്ന 2ാമത്തെ ഇന്ത്യക്കാരൻ. ആദ്യത്തേത് സുശീൽ കുമാർ, വെള്ളി 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ. PV സിന്ധു ബാഡ്മിൻ്റൺ സിംഗിൾസ് വെങ്കലം. വെങ്കല മെഡലിനായുള്ള മത്സരത്തിൽ ചൈനയുടെ ഹിംബിങ് ജിയോവോയെ പരാജയപ്പെടുത്തി. വ്യക്തിഗത ഇനത്തിൽ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന 2ാമത്തെ ഇന്ത്യൻ താരവും ആദ്യ ഇന്ത്യൻ വനിതയുമാണ് സിന്ധു. ആദ്യത്തേത് സുശീൽ കുമാർ, വെള്ളി 2012 ലണ്ടനിൽ, വെങ്കലം 2008 ബെയ്ജിങ്ങിൽ. 2016 റിയോ ഒളിമ്പിക്സിൽ സിന്ധു വെള്ളി നേടിയിരുന്നു. ഒന്നുകൂടെ വായിക്കാം. PV സിന്ധു ബാഡ്മിൻ്റൺ സിംഗിൾസ് വെങ്കലം. വെങ്കല മെഡലിനായുള്ള മത്സരത്തിൽ ചൈനയുടെ ഹിംബിങ് ജിയോവോയെ പരാജയപ്പെടുത്തി. വ്യക്തിഗത ഇനത്തിൽ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന 2ാമത്തെ ഇന്ത്യൻ താരവും ആദ്യ ഇന്ത്യൻ വനിതയുമാണ് സിന്ധു. ആദ്യത്തേത് സുശീൽ കുമാർ, വെള്ളി 2012 ലണ്ടനിൽ അദ്ദേഹം ആദ്യമായി നേടി. പിന്നെ അതിനു മുമ്പ് വെങ്കലം 2008 ബെയ്ജിങ്ങിലും നേടിയിരുന്നു. 2016 റിയോ ഒളിമ്പിക്സിൽ സിന്ധു വെള്ളി നേടിയിരുന്നു. ലവ്ലിന ബോർഗോഹെയ്ൻ ബോക്സിംഗ് വെങ്കലം. വനിതകളുടെ 69 കിലോഗ്രാം വെൽറ്റർ വെയ്റ്റ് ബോക്സിംഗ് വിഭാഗത്തിൽ വെങ്കലം. ലവ്ലിന ബോർഗോഹെയ്നിന്. ഇന്ത്യക്കായി ഒളിമ്പിക് മെഡൽ നേടുന്ന 3ാമത്തെ ബോക്സിംഗ് താരം. വിജേന്ദർ സിംഗ് 2008 നേടിയിരുന്നു. മേരി കോം 2012 എന്നിവരാണ് ഇതിനു മുമ്പ് ഒളിമ്പിക് മെഡൽ നേടിയ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾ. വിജേന്ദർ സിംഗ്, മേരി കോം. അടുത്തത് ബജ്റംഗ് പൂനിയ ഗുസ്തിയിൽ വെങ്കലം. ഗുസ്തിയിൽ ഇന്ത്യക്കായി മെഡൽ നേടുന്ന 6ാമത്തെ താരം. പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗം ഗുസ്തിയിൽ കസഖ്സ്ഥാൻ്റെ ദൗലത്ത് നിയോസ് ബെക്കോവിനെ വീഴ്ത്തിയാണ് പൂനിയ മെഡൽ പട്ടികയിൽ ഇടം നേടിയത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗം ഗുസ്തിയിൽ കസഖ്സ്ഥാൻ്റെ ദൗലത്ത് നിയോസ് ബെക്കോവിനെ പരാജയപ്പെടുത്തിയാണ് പൂനിയ മെഡൽ പട്ടികയിൽ ഇടം നേടിയത്. പുരുഷ ഹോക്കി ടീം വെങ്കലം. 41 വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഇന്ത്യൻ ഹോക്കിയിൽ മെഡൽ നേടുന്നത്.
വെങ്കല മെഡൽ പോരാട്ടത്തിൽ ജർമ്മനിയെ 4-5 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഇന്ത്യ മെഡൽ നേടിയത്. 1980 മോസ്കോ ഒളിമ്പിക്സിലെ സ്വർണ്ണമാണ് ഇതിനു മുമ്പ് ഇന്ത്യയുടെ അവസാന ഒളിമ്പിക് മെഡൽ നേട്ടം. ഒളിമ്പിക് ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഇന്ത്യ. 8 സ്വർണം, 1 വെള്ളി, 3 വെങ്കലം. 49 വർഷങ്ങൾക്ക് ശേഷം ഒളിമ്പിക്സിൽ കേരളത്തിന് മെഡൽ നേട്ടം. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായ മലയാളി താരം PR ശ്രീജേഷിലൂടെയാണ് മെഡൽ നേട്ടം. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായ മലയാളി താരം PR ശ്രീജേഷിലൂടെയാണ് മെഡൽ നേട്ടം. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക്. 1972 മ്യൂണിക് ഒളിമ്പിക്സ്, വെങ്കലം. ഒളിമ്പിക്സിൽ തിളങ്ങിയ മറ്റ് ഇന്ത്യൻ താരങ്ങൾ. വനിതകളുടെ ഗോൾഫ് വ്യക്തിഗത സ്ട്രോക്ക് പ്ലേയിൽ 4-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം അദിതി അശോക്. വനിതകളുടെ ഗോൾഫ് വ്യക്തിഗത സ്ട്രോക്ക് പ്ലേയിൽ 4-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം അദിതി അശോക്. പുരുഷന്മാരുടെ ലൈറ്റ് വെയ്റ്റ് ഡബിൾ സ്കൾസ് തുഴച്ചിൽ മത്സരത്തിൽ ചരിത്രത്തിലാദ്യമായി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ ടീം അർജുൻലാൽ ജദ്, അരവിന്ദ് സിംഗ് സഖ്യം. ചരിത്രത്തിലാദ്യമായി ഒളിമ്പിക് ഫെൻസിങ്ങിൻ്റെ 2-ാം റൗണ്ടിൽ കടന്ന ഇന്ത്യൻ താരം ഭാവനി ദേവി, തമിഴ്നാട് സ്വദേശിനി. 2-ാം റൗണ്ടിൽ കടന്ന ഇന്ത്യൻ താരം ഭാവനി ദേവി, തമിഴ്നാട് സ്വദേശിനി. 4x400 മീറ്റർ റിലേയിൽ ഏഷ്യൻ റെക്കോർഡ് നേടിയ ഇന്ത്യൻ പുരുഷ ടീം മുഹമ്മദ് അനസ് യഹിയ, നോഹ നിർമ്മൽ ടോം, ആരോഗ്യ രാജീവ്, അമോജ് ജേക്കബ്. ഫിനിഷ് ചെയ്ത സമയം 3:00:25 മിനിറ്റ്. വനിതകളുടെ ഡിസ്കസ് ത്രോ മത്സരത്തിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം കമൽപ്രീത് കൗർ. മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഒളിമ്പിക്സ് മത്സര ഇനങ്ങളിൽ നിന്നും പിന്മാറിയ അമേരിക്കൻ ജിംനാസ്റ്റിക് താരം സിമോൺ ബെയിൽസ് ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ 100 മീറ്ററിൽ ഒളിമ്പിക് റെക്കോർഡോടെ സ്വർണം നേടിയത് ഇലെയ്ൻ തോംസൺ, ജമൈക്ക. 10.61 സെക്കൻഡ്. 33 വർഷം പഴക്കമുള്ള ഫ്ലോറൻസ് ഗ്രിഫ്ത്ത് ജോയ്നറുടെ ഒളിമ്പിക് റെക്കോർഡാണ് തകർത്തത്. ടോക്കിയോ ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്റർ സ്വർണം നേടിയത് ലാമണ്ട് മാർസൽ ജേക്കബ്, ഇറ്റലി. സമയം 9.80 സെക്കൻഡ്. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഏറ്റവും അധികം മെഡലുകൾ നേടിയ വനിതയെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് അലിസൺ ഫെലിക്സ്, 11 മെഡലുകൾ. വനിതകളുടെ ട്രിപ്പിൾ ജമ്പിൽ ലോക റെക്കോർഡ് നേടിയ താരം യൂലിമർ റോജാസ്, വെനിസ്വേല. ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടുന്ന വനിത നീന്തൽ താരം എന്ന റെക്കോർഡ് നേടിയത് എമ്മ മക്കിയോൺ, ഓസ്ട്രേലിയ. 7 മെഡലുകൾ. പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ സ്വർണ്ണ മെഡൽ പങ്കുവച്ചത് മുത്താസ് എസ്സ ബർഷീം, ഖത്തറിൻ്റെയും ജിയാൻ മാർക്കോ ടംബറി, ഇറ്റലിയുടെയും. ഒളിമ്പിക് യോഗ്യത നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ അത്ലറ്റ് ലൊറെൽ ഹുബ്ബാർഡ്, ന്യൂസിലാൻഡ്. തുടർച്ചയായി 8 ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത ആദ്യ അത്ലറ്റ് ജെസ്യൂസ് ഏഞ്ചൽ ഗോർഷ. 2024 ഒളിമ്പിക്സ് വേദി പാരീസ്, ഫ്രാൻസിലും. 2028 ഒളിമ്പിക്സ് വേദി ലോസ് ആഞ്ചൽസ്, US. 2032 ഒളിമ്പിക്സ് വേദി ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. അടുത്ത് നോക്കുന്നത് സിനിമാ രംഗത്തെ അവാർഡുകളാണ്. 93rd ഓസ്കാർ അവാർഡ് 2021. മികച്ച നടൻ ആന്റണി ഹോപ്പിങ്സ്, ചിത്രം ദി ഫാദർ. മികച്ച നടി ഫ്രാൻസിസ് മക്ഡോർമൻഡ്, ചിത്രം നോമഡ്ലാൻഡ്. മികച്ച സംവിധാനം ക്ലോ ഷാവോ, ചിത്രം നോമഡ്ലാൻഡ്. മികച്ച ചിത്രം നോമഡ്ലാൻഡ്, സംവിധാനം ക്ലോ ഷാവോ. മികച്ച സഹനടൻ ഡാനിയൽ കലൂയ, ചിത്രം ജുഡാസ് ആൻഡ് ദി ബ്ലാക്ക് മെസ്സിയ. മികച്ച സഹനടി യു ജുങ് യോൺ, ചിത്രം മിനാരി. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം സോൾ, സംവിധായകൻ പീറ്റർ ഡോക്ടർ, കെം പവേഴ്സ്. മികച്ച വിദേശ ഭാഷാ ചിത്രം അനദർ റൗണ്ട്, സംവിധാനം തോമസ് വിൻ്റർബർഗ്. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ മൈ ഒക്ടോപസ് ടീച്ചർ, സംവിധാനം പിപ്പ എഹ്ലിച്ച് ജെയിംസ് റീഡ്.
93ാമത് ഓസ്കാർ അവാർഡ് 2021 ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ജല്ലിക്കെട്ടായിരുന്നു. സംവിധാനം ലിജോ ജോസ് പള്ളിശ്ശേരി. 92 ഓസ്കാർ അവാർഡ് 2020 അതിൻ്റെത് മികച്ച നടന് ജോക്കിൻ ഫോണിക്സ്, ചിത്രം ജോക്കർ. മികച്ച നടി റെനെ സെൽവേഗർ, ചിത്രം ജൂഡി. മികച്ച സംവിധായകൻ ബോങ് ജൂൺ ഹോ, ചിത്രം പാരാസൈറ്റ്. മികച്ച ചിത്രം പാരാസൈറ്റ്, കൊറിയൻ ചിത്രം. സംവിധാനം ബോങ് ജൂൺ ഹോ. മികച്ച വിദേശ ഭാഷാ ചിത്രം പാരാസൈറ്റ്. 92ാമത് ഓസ്കാറിലേക്ക് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത സിനിമ ഗള്ളി ബോയ്. സംവിധാനം സോയ അക്തർ. 2020 ഓസ്കാറിലേക്ക് നാമനിർദ്ദേശം ലഭിച്ച ഇന്ത്യൻ ഹ്രസ്വചിത്രം മോട്ടി ബാഗ്. സംവിധാനം നിർമ്മൽ ചന്ദർ ബദ്രിയാൽ. ഉത്തരാഖണ്ഡിലെ ഒരു കർഷകന്റെ ജീവിതമാണ് ചിത്രത്തിന്റെ പ്രമേയം. ബഫ്ത അവാർഡ് 2021 ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ്. മികച്ച ചിത്രം നോമഡ്ലാൻഡ്. മികച്ച നടൻ ആന്റണി ഹോപ്കിൻസ്, ചിത്രം ദി ഫാദർ. മികച്ച നടി ഫ്രാൻസിസ് മക്ഡോർമൻഡ്, ചിത്രം നോമഡ്ലാൻഡ്. മികച്ച സംവിധാനം ക്ലോയ് ഷാവോ, ചിത്രം നോമഡ്ലാൻഡ്. ബഫ്ത അവാർഡ് 2020 മികച്ച ചിത്രം 1917, ഡയറക്ടർ സാം മെൻഡസ്. മികച്ച സംവിധാനം സാം മെൻഡസ്, ഫിലിം 1917. മികച്ച നടൻ ജോക്കിൻ ഫോണിക്സ്, ഫിലിം ജോക്കർ. മികച്ച നടി റെനെ സെൽവേഗർ, ഫിലിം ജൂഡി. 63ാമത് ഗ്രാമി അവാർഡ് 2021 റെക്കോർഡ് ഓഫ് ദി ഇയർ എവറിത്തിങ് ഐ വാണ്ടഡ് ബൈ ബില്ലി എലിഷ്. ആൽബം ഓഫ് ദി ഇയർ ഫോൾക്ലോർ ബൈ ടൈലർ സ്വിഫ്റ്റ്. സോങ് ഓഫ് ദി ഇയർ ഐ കാൻ ബ്രീത്ത് ബൈ ഡെനസ് എമിലെ സെക്കൻഡ് HER ആൻഡ് ടിയാര തോമസ്. ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് മേഗൻ തീ സ്റ്റാലിൻ. 2021 മാർച്ചിൽ പ്രഖ്യാപിച്ച ഗ്രാമി അവാർഡ്സിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരം നേടുന്ന വനിത എന്ന റെക്കോർഡിന് അർഹയായ അമേരിക്കൻ സംഗീതജ്ഞ ബിയോൺസെ 28 പുരസ്കാരങ്ങൾ. 62ാമത് ഗ്രാമി അവാർഡ് 2020 റെക്കോർഡ് ഓഫ് ദി ഇയർ ബില്ലി എയിലിഷ്, ആൽബം ബാഡ് ഗൈ. ആൽബം ഓഫ് ദി ഇയർ ബില്ലി എയിലിഷ്, ആൽബം വെൻ വി ആൾ ഫാൾ അസ്ലീപ് വേർ ഡു വി ഗോ. സോങ് ഓഫ് ദി ഇയർ ബില്ലി എയിലിഷ്, ആൽബം ബാഡ് ഗൈ. ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് ബില്ലി എയിലിഷ്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2021 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2021 മികച്ച ചിത്രം നസീർ, അരുൺ കാർത്തിക്. നസീർ. മികച്ച സംവിധായകൻ അജിത് പാൽ സിംഗ്, ഫയർ ഇൻ ദി മൗണ്ടെയിൻ. മികച്ച നടൻ സിദ്ധാർത്ഥ് മേനോൻ, ജൂൺ. മികച്ച നടി അക്ഷത പാണ്ഡവപുര, വേർ ഈസ് പിങ്കി. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ അഹിംസ ഗാന്ധി, രമേശ് ശർമ്മ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2020 മികച്ച ചിത്രം മൂത്തോൻ, സംവിധാനം ഗീതു മോഹൻദാസ്. മികച്ച സംവിധായകൻ അജൽ മിശ്ര, ചിത്രം ഗമക് ഗാർ. മികച്ച നടൻ നിവിൻ പോളി, ചിത്രം മൂത്തോൻ. മികച്ച നടി ഗാർഗി അനാത്തം, ചിത്രം റൺ കല്യാണി. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ സൺറൈസ്, സംവിധാനം വിഭ ബക്ഷി. അടുത്ത നോക്കുന്നത് സംസ്ഥാന കഥകളി പുരസ്കാരം. 2020 സദനം ബാലകൃഷ്ണനും 2019 മായേങ്കട വിജയൻ. സംസ്ഥാന കഥകളി പുരസ്കാരം 2020 സദനം ബാലകൃഷ്ണൻ, 2019 മായേങ്കട വിജയൻ. സദനം ബാലകൃഷ്ണൻ. കേരളീയ നൃത്യനാട്യ പുരസ്കാരം 2020 വിമല മേനോൻ, 2019 VP ധനഞ്ജയൻ, പിന്നെ ശാന്ത ധനഞ്ജയൻ. കേരളീയ നൃത്യനാട്യ പുരസ്കാരം 2020 വിമല മേനോൻ, 2019 VP ധനഞ്ജയൻ, ശാന്ത ധനഞ്ജയൻ. പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം. പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം 2020 കിഴക്കൂട്ട് അനിയൻ മാരാറ്, 2019 മച്ചാട്ട് രാമകൃഷ്ണൻ നായർ. 2020 പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം കിട്ടിയത് കിഴക്കൂട്ട് അനിയൻ മാരാറ്, 2019 മച്ചാട് രാമകൃഷ്ണൻ നായർ.
51ാമത് IFFI 2020. മികച്ച സംവിധായകൻ രജത മയൂരം കിട്ടിയത് ജൻ നെയിൻ കോ, ചിത്രം ദ സൈലന്റ് ഫോറസ്റ്റ്. മികച്ച നടൻ രജത മയൂരം തന്നെ സു ജുവാൻ ലിയോ, ചിത്രം ദ സൈലന്റ് ഫോറസ്റ്റ്. മികച്ച നടി രജത മയൂരം സോഫിയ സ്റ്റാഫേജ്, ചിത്രം ഐ നെവരി ക്രൈ. മികച്ച ചിത്രം സുവർണ മയൂരം ഇൻഡോ ദി ഡാർക്ക്നെസ്, സംവിധാനം ആൻഡ്രസ് റോഫിൻ. സ്പെഷ്യൽ ജൂറി അവാർഡ് സംവിധാനത്തിനാണ്. കാമിൻ കലേവ്, ചിത്രം ഫെബ്രുവരി. പ്രത്യേക പരാമർശം നടത്തിയത് ബ്രിഡ്ജിന്, സംവിധാനം ക്രിപ്പാൽ കാലിറ്റ. ICFT യുനെസ്കോ ഗാന്ധി പുരസ്കാരം 200 മീറ്റേഴ്സ്, സംവിധാനം അമീൻ നൈഫർ. മികച്ച നവാഗത സംവിധായകൻ കാസിയോ പെരേറിയ ഡോസ് സാന്റോസ്, ചിത്രം വാലന്റീന. ഇന്ത്യൻ പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ അവാർഡ് ബിശ്വജിത്ത് ചാറ്റർജി. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടിയത് വിറ്റോറിയോ സ്റ്റൊറാറോ, ഇറ്റലി. ഫോക്കസ് കൺട്രി ബംഗ്ലാദേശ്. ഉദ്ഘാടന ചിത്രം അനദർ റൗണ്ട്, ഡെൻമാർക്ക്. സംവിധാനം തോമസ് വിൻറ്റർബർഗ്. സമാപന ചിത്രം വൈഫ് ഓഫ് എ സ്പൈ, ജപ്പാൻ. സംവിധാനം കിയോഷി കൊവാസോവ. 50ാമത് IFFI 2019 അതിൻ്റെ നോക്കുന്നത് മികച്ച സംവിധായകൻ രജത മയൂരം ലിജോ ജോസ് പല്ലിശ്ശേരി, ചിത്രം ജല്ലിക്കെട്ട്. മികച്ച നടൻ രജത മയൂരം സയോ ജോർജ്, ചിത്രം മാരി ഗല്ല. മികച്ച നടി രജത മയൂരം ഉഷ ജാദവ്, ചിത്രം മൈ ഗാഡ് ക്രൈം നമ്പർ 103/2005. മികച്ച ചിത്രം സുവർണ മയൂരം പാർട്ടിക്കിൾസ്, ഫ്രഞ്ച്. സംവിധാനം ബ്ലൈസെ ഹാരിസൺ. സ്പെഷ്യൽ ജൂറി അവാർഡ് സംവിധാനം പേമ തസേഡൻ, ചിത്രം ബലൂണ്. പ്രത്യേക പരാമർശം ഹെല്ലാരോ, ഗുജറാത്തി. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഇസബെല്ലെ അന്നെ മഡ്ലെയിൻ ഹെപ്പററ്റ്, ഫ്രാൻസ്. 78ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2021. മികച്ച ചിത്രം ഡ്രാമ വിഭാഗത്തിൽ നോമഡ് ലാൻഡ്, സംവിധായിക ക്ലോയോ ഷാവോ. മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗം ബൊറാറ്റ് സബ്സിക്വൻറ്റ് മൂവി ഫിലിം, സംവിധാനം ജേസൺ വോലിനർ. മികച്ച നടൻ ഡ്രാമ വിഭാഗത്തിൽ ചാഡ്വിക് ബോസ്മാന്. മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ സച്ച ബരോൺ കോയൻ, ചിത്രം ബോററ്റ് സബ്സിക്വൻറ്റ് മൂവി ഫിലിം. മികച്ച നടി ഡ്രാമ വിഭാഗത്തിൽ ആൻഡ്രെ ഡെ, ചിത്രം ദ യുണൈറ്റഡ് സ്റ്റേറ്റ് vs ബില്ലി ഹോളിഡേ. മ്യൂസിക്കൽ കോമഡി വിഭാഗം റൊസമണ്ട് ബിക്കെ, ചിത്രം ഐ കെയർ എ ലോട്ട്. മികച്ച സംവിധാനം ക്ലോയ് ഷാവോ, ചിത്രം നോമഡ് ലാൻഡ്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2020 കേട്ടോ. മികച്ച ചിത്രം ഡ്രാമ വിഭാഗം 1917, സംവിധാനം സാം മെൻഡസ്. മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്, സംവിധാനം ക്വാൻറ്റിൻ ടറന്റിനോ. മികച്ച നടൻ ഡ്രാമ വിഭാഗത്തിൽ ജോക്കിൻ ഫോണിക്സ്, ഫിലിം ജോക്കർ. മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ ടാരൻ എജർട്ടൺ, ഫിലിം റോക്കറ്റ്മാൻ. മികച്ച നടി ഡ്രാമ വിഭാഗം റെനെ സെൽവേഗർ, ഫിലിം ജൂഡി. മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗം ഔക്കാഫിന, ഫിലിം ദ ഫെയർവെൽ. മികച്ച സംവിധാനം സാം മെൻഡസ്, ഫിലിം 1917. 25ാമത് IFFK 2020. മികച്ച സംവിധാനം രജത ചകോരം കിട്ടിയത് ബാമൻ തവോസി, ചിത്രം ദ നെയിം ഓഫ് ദി ഫ്ലവേഴ്സ്. പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം ചുരുളി, സംവിധാനം ലിജോ ജോസ് പല്ലിശ്ശേരി. മികച്ച ചിത്രം സുവർണ ചകോരം ദിസ് ഈസ് നോട്ട് എ ബുരിയൽ, ഇറ്റ് ഈസ് എ റിസർഗേഷൻ. ദക്ഷിണാഫ്രിക്കൻ ചിത്രം. സംവിധാനം ലെമോഹാങ് ജെറേമിഹ മൊസസ്. മികച്ച നവാഗത സംവിധായകൻ രജത ചകോരം അലജാൻഡ്രോ ടെലെമാക്കോ ടെറാഫ്, ചിത്രം ലോൺലി റോക്ക്. മികച്ച ചിത്രത്തിനുള്ള ഫിഫ്രസ്കി രാജ്യാന്തര പുരസ്കാരം നേടിയത്
ഇൻ ബിറ്റ്വീൻ ഡൈയിങ്. സംവിധാനം ഹിലാൽ ബേഡ്രോവ്. സംവിധാനം ഹിലാൽ ബേഡ്രോവ്. മികച്ച മലയാള സിനിമയ്ക്കുള്ള ഫിപ്രസ്കി പുരസ്കാരം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25. സംവിധാനം രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ. നെറ്റ് പാക്ക് അവാർഡ് മികച്ച ഏഷ്യൻ ചിത്രം തലപുരൻ ക്രോണിക്കൽസ് ഓഫ് എ സ്പേസ്. സംവിധാനം അക്ഷയ് ഇന്ദിക്കാർ. മികച്ച മലയാള ചിത്രം മ്യൂസിക്കൽ ചെയർ. സംവിധാനം വിപിൻ അറ്റ്ലി. ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള FFSI KR മേഹൻ അവാർഡ് ജേതാവ് അക്ഷയ് ഇന്ദിക്കൽ. ചിത്രം തലപുരം ക്രോണിക്കൽസ് ഓഫ് എ സ്പേസ്. അന്താരാഷ്ട്ര ജൂറി ചെയർമാൻ കിങ് ഹോങ് ജുൻ. കൊറിയൻ സിനിമാ സംവിധായകൻ. അന്താരാഷ്ട്ര ജൂറി ചെയർമാൻ കിങ് ഹോങ് ജുൻ. കൊറിയൻ സിനിമാ സംവിധായകൻ. 24ാമത് IFK 2019. മികച്ച സംവിധായകൻ രജത ചകോരം അലൻ ഡെബ്റ്റോൺ. ബ്രസീൽ ഫിലിം പാക്രറ്റെ. ഓഡിയൻസ് പോൾ അവാർഡ് ജല്ലിക്കട്ട്. സംവിധാനം ലിജോ ജോസ് പല്ലിശ്ശേരി. പ്രത്യേക പരാമർശം. സംവിധാനം ലിജോ ജോസ് പല്ലിശ്ശേരി. ജല്ലിക്കട്ടിന് തന്നെ. മികച്ച ചിത്രം സുവർണ ചകോരം കിട്ടിയത് ദേ സേ നത്തിങ് സ്റ്റേയ്സ് ദ സെയിം. ജപ്പാനീസ് ചിത്രം. ഡയറക്ടർ ജോ ഒഡാഗിരി. മികച്ച നവാഗത സംവിധായകൻ രജത ചകോരം സെസാർ ഡിയാസ് ഗോതമേല. ഫിലിം അവർ മദേഴ്സ്. കെസാർ ഡിയാസ് ഗോതമേല. ഫിലിം അവർ മദേഴ്സ്. ഫിപ്രസ്കി അവാർഡ് മികച്ച അന്താരാഷ്ട്ര ചിത്രം ക്യാമില്ലെ. സംവിധാനം ബോറിസ് ലോജ്കിനെ. ഫിപ്രസ്കി അവാർഡ് മികച്ച മലയാള ചിത്രം പനി. സംവിധാനം സന്തോഷ് മൂർ. നെറ്റ് പാക്ക് അവാർഡ് മികച്ച ഏഷ്യൻ ചിത്രം ആനി മാനി. സംവിധാനം ഫഹീം ഇർഷാദ്. മികച്ച മലയാള ചിത്രം വെയിൽ മരങ്ങൾ. സംവിധാനം ഡോക്ടർ ബിജു. മികച്ച മലയാള ചിത്രം പ്രത്യേക പരാമർശം കുമ്പളങ്ങി നൈസ്. സംവിധാനം മധു സി നാരായണൻ. ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള FFSI KR മേഹൻ അവാർഡ് ജേതാവ് ഫഹീം ഇർഷാദ്. ഫിലിം ആനി മാനി. ആജീവനാന്ത പുരസ്കാരം ഫെർണാണ്ടോ സൊലാനസ് അർജന്റീന. അന്താരാഷ്ട്ര ജൂറി ചെയർമാൻ കൈറി ബഷാര ഈജിപ്ത്. ഉദ്ഘാടന ചിത്രം പാസിർ ബൈ സെൻസർ. ഡയറക്ടർ സെർഹാത്ത് കരസലാൻ. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2019. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. മികച്ച നടൻ ധനുഷ്. ചിത്രം അസുരൻ. മികച്ച നടൻ മനോജ് ബാജ്പേയി. ചിത്രം ബോൺസ്ലെ. മികച്ച നടി ഗംഗണ റണൌട്ട്. ചിത്രങ്ങൾ ബംഗ മണികർണിക. മികച്ച ചിത്രം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. മലയാള ചിത്രമായിരുന്നു. സംവിധാനം പ്രിയദർശൻ. മികച്ച സംവിധായകൻ സഞ്ജയ് പുരൻ സിംഗ് ചൗഹാൻ. ചിത്രം ബഹ്തർ ഹുറൈൻ. ഹിന്ദി. മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം മാത്തുക്കുട്ടി സേവ്യർക്ക്. ചിത്രം ഹെലൻ. മികച്ച ചിത്രത്തിനുള്ള ജൂറി പരാമർശം ലഭിച്ച മലയാള ചിത്രം ബിരിയാണി. സംവിധാനം സജിൻ ബാബു. മികച്ച മലയാള ചിത്രം കള്ളനോട്ടം. സംവിധാനം രാഹുൽ റിജി നായർ. മികച്ച ഛായാഗ്രഹണം ഗിരീഷ് ഗംഗാധരൻ. ചിത്രം ജല്ലിക്കട്ട്. മികച്ച ഗാനരചയിതാവ് പ്രഭാവർമ്മ. ചിത്രം കോളാമ്പി. ഗാനം ആരോടും പറയുക വയ്യ. മികച്ച ഗായകൻ പി പ്രാങ്ക്. ചിത്രം കേസരി. ഹിന്ദി. മികച്ച ഗായിക സാവനി രവീന്ദ്ര. ചിത്രം ബാർദോ മറാത്തി. മികച്ച സഹനടൻ വിജയ് സേതുപതി. ചിത്രം സൂപ്പർ ഡീലക്സ്. മികച്ച സഹനടി പല്ലവി ജോഷി. ചിത്രം താഷ്കന്റ് ഫയൽസ്. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത്. ചിത്രം ഹെലൻ. മികച്ച സ്പെഷ്യൽ ഇഫക്ട്സ് സിദ്ധാർത്ഥ് പ്രിയദർശൻ. ചിത്രം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. മികച്ച റെക്കോർഡിംഗ് ശബ്ദലേഖനം റസൂൽ പൂക്കുട്ടി. ചിത്രം ഒത്തസെരുപ്പ് സൈസ് 7. മികച്ച ദേശീയോദ്ഗ്രഥന സിനിമയ്ക്കുള്ള നർഗീസ് ദത്ത് പുരസ്കാരം താജ്മഹൽ മറാത്തി. സംവിധാനം നിയാസ് മുജ്വർ. പണിയ ഭാഷയിലെ മികച്ച ചിത്രം കെഞ്ചിര. സംവിധാനം മനോജ് കാന. മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം സിക്കിം.
ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. 51ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 2019 നേടിയത് രജനീകാന്ത്. 1996 ശിവജി ഗണേശനു ശേഷം ആദ്യമായാണ് ഒരു ദക്ഷിണേന്ത്യൻ നടൻ ഈ പുരസ്കാരം നേടുന്നത്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ പേരിലുള്ള ഈ പുരസ്കാരം ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരം എന്ന് വിശേഷിക്കപ്പെടുന്നു. രജനീകാന്തിൻ്റെ യഥാർത്ഥ പേര് ശിവജി റാവു ഗെയ്ക്വാദ്. രജനീകാന്ത് ആദ്യമായി അഭിനയിച്ച ചിത്രം അപൂർവ രാഗങ്ങൾ 1975. പത്മവിഭൂഷൺ 2016, പത്മഭൂഷൺ 2007 എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. സമ്മാനത്തുക 10 ലക്ഷം രൂപ. ജൂറിയിൽ അംഗമായ മലയാളി മോഹൻലാൽ. മറ്റു ജൂറി അംഗങ്ങൾ ആശാ ഭോസ്ലെ, സുഭാഷ് ഗായ്, വിശ്വജിത്ത് ചാറ്റർജി, ശങ്കർ മഹാദേവൻ. 2018 പുരസ്കാര ജേതാവ് അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചനാണ് 2018 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിരുന്നത്. 2017 വിനോദ് ഖന്ന. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2020. ഇംഗ്ലീഷ് അരുന്ധതി സുബ്രഹ്മണ്യൻ. കവിത വെൻ ഗോഡ് ഈസ് എ ട്രാവലർ. ഹിന്ദിയിൽ അനാമിക. കവിത ടോക്രി മെയിൻ ഡിഗൻറ്റ്. തൈർ ഗാഥ 2014. കന്നഡയിലെ എം വീരപ്പ മൊയ്ലി. രാഷ്ട്രീയ നേതാവ്. കവിത ശ്രീ ബാഹുബലി അമിത് വിജയം. ശ്രീ ബാഹുബലി അഹിംസ ദിഗ്വിജയം. തമിഴ് ഇമായിയം. നോവൽ സലാത്ത പാനം. കൊങ്ങണിയിലെ RS ഭാസ്കർക്ക്. മലയാളി. കവിതാ സമാഹാരം യുഗ പരിവർത്തമജോ യാത്രി. സംസ്കൃതം മഹേഷ് ചന്ദ്ര ശർമ്മ ഗൗതം. നോവൽ വൈശാലി.